ഒരു ദിവസം ആരംഭിക്കുന്നത് അതിരാവിലെ തന്നെ പ്രവർത്തനം തുടങ്ങണമെന്നാണ്. അതിരാവിലെ നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകൾ അതിരാവിലെ തുടങ്ങാം. നേരത്തെ വർക്ക് തുടങ്ങാണ്. സൂര്യൻ ഉദിച്ച് ഏകദേശം ആളുകൾക്ക് യാത്ര ചെയ്യാനൊക്കെ ഉള്ള സമയം കണ്ടാൽ ഉദ്ദേശം ഒരു 7-8 മണിക്ക് ആരംഭിക്കുക. ഉച്ചയുടെ ശേഷം ആകുമ്പോഴേക്കും ജോലി കഴിയുന്നു. നമ്മൾ ഓഫീസ് തുറക്കാൻ തന്നെ 11 മണിയാണ്. പിന്നെ എപ്പോഴാ പണിയെടുക്കുക, എപ്പോഴേക്കും ചോറിക്കാൻ നേരമായി. അങ്ങനെയല്ല, രാവിലെ വളരെ നേരത്തെ തുടങ്ങാം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. ഒരു വീട് നിങ്ങൾ കുടിയിരിക്കുകയാണ്, അത് അതിരാവിലെ ആയിക്കോട്ടെ. ഒരു ഷോപ്പ് നിങ്ങൾ തുറക്കുകയാണ്, രാവിലെ ആയിക്കോട്ടെ. ഒരു വാഹനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, യാത്ര ആരംഭിക്കുകയാണ്, രാവിലെ ആയിക്കോട്ടെ. അല്ലാഹുമ്മ, മുത്തനബി ദുആ ചെയ്തത് മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു സുനനിൽ രേഖപ്പെടുത്തി, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. എന്റെ ഉമ്മത്തികൾ രാവിലെ ചെയ്യുന്ന പണികളിലൊക്കെ റബ്ബേ നീ ബറക്കത്ത് കൊടുക്കണമേ, ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. പെണ്ണുങ്ങളെ കിച്ചണിലേക്ക് കയറണേ, എന്ത് ചെയ്യാ? അതിരാവിലെ കയറിയിട്ട് ഭക്ഷണത്തെ റെഡിയാക്കിയിട്ട് പിന്നെ ചൂടാക്കേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ. അതിരാവിലെ നേരത്തെ. ഫാത്തിമ റളിയല്ലാഹു അൻഹാ, മുത്തനബിയുടെ പ്രിയപ്പെട്ട മോൾ മഹ്ദി റളിയല്ലാഹു അൻഹ, അവരുടെ ഒരു അനുഭവം പറയുന്നത് ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചു. മർറ ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ അരികത്തുകൂടെ എന്റെ പ്രിയപ്പെട്ട ഉപ്പ നിബിതങ്ങൾ ഇങ്ങനെ നടന്നുപോയി. വഅന മുൻതജിഅത്തുൻ മുതസബ്ബിഹ, ഞാൻ നേരം വെളുത്ത് കിടക്കുകയായിരുന്നു. ഉറങ്ങായിരുന്നു എന്നല്ല, കിടക്കുകയായിരുന്നു. ഞാൻ കിടക്കുകയായിരുന്നു. ഉപ്പയുടെ അരികത്തുകൂടെ നടന്നുപോയി. ഫഹറകനി ബിരിജ്ലിഹി, ഇത് രാവിലെ കിടന്നുറങ്ങുന്ന ശീലമുള്ളവർക്കുള്ള ഒന്നാന്തരം ചികിത്സയാണ് ഈ ഹദീസ്. രാവിലെ കിടന്നുറങ്ങുന്ന ഏർപ്പാട്. രാത്രി ഉറക്കൊഴിച്ച ആൾക്കാരാണ്, കുഴപ്പമില്ല, അവർക്ക് ഉഴുതറുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല വമിൻ ആയാതിഹി മനാമുകും ബില്ലൈലി വന്നഹാർ, രാവിലും പകലിലും നിങ്ങൾ ഉറങ്ങുന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണല്ലോ എന്ന് പറയാൻ കാരണം, രാവിലും പകലിലും ഉറങ്ങുന്നത് രാത്രിയല്ലേ ഓർമ്മയുള്ളൂ. ഉലമാ പറയാ, രാത്രി ജോലി ചെയ്യുന്ന പട്ടാളക്കാരുണ്ട്, പോലീസുകാരുണ്ട്, പാറാവുകാരുണ്ട്. പാറാവുകാർ രാത്രി ഉറങ്ങല കാണല്, ആ ശമ്പളം ഹലാലാവുമെന്ന് അല്ലാഹു അലം. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വഅന മുൻതജിഅത്തുൻ മുതസബ്ബിഹ, രാവിലെ ഉറങ്ങാണ്. പറഞ്ഞത് രാത്രി ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോ പകല് കിടക്കേണ്ടി വരും. രാത്രി ഉറക്കൊഴിക്കുന്ന ഡ്രൈവർമാർ കാണുന്നില്ലേ, നമ്മുടെ ഹൈവേ ഒക്കെ എന്താ രാത്രിയൊക്കെ നിരന്തരം വാഹനങ്ങൾ ഓടില്ലേ, ട്രെയിലറുകളും ട്രക്കുകളുമായിട്ട് നേരം വെളുക്കോളം വാഹന, നേരം വെളുത്ത വേറെയും. ഇവർക്കൊക്കെ ചിലപ്പോൾ പകൽ എന്ത് ചെയ്യേണ്ടി വരും, വിശ്രമിക്കേണ്ടി വരും. ഇന്ന് കുഴപ്പമില്ല. അല്ലാതെ വെറുതെ രാത്രി ശരിക്കും ഉറക്കം കിട്ടിയ ആളുകൾ ഒരു പണിയും ചെയ്യാനില്ല, വെറുതെ ഇങ്ങനെ കിടക്കുന്നത്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞുള്ള കിടത്തം. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഹറകനി ബിരിജ്ലിഹി, മുത്തുനബിയുടെ കാല് കൊണ്ട് എന്റെ കാലിന് എബിടങ്ങളൊന്നും ഇങ്ങനെ തട്ടിത്തന്നു. എന്നോട് എന്ത് പറഞ്ഞു? യാ ബുനയ്യ, എന്റെ മോളെ ഫാത്തിമ, ഖൂമി, എഴുന്നേൽക്കണേ ഫാത്തിമ, ഫശ്ഹദി റിസ്ഖ റബ്ബികി, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഭക്ഷണത്തിന് സാക്ഷിയാവണേ ഫാത്തിമ. വലാ തകൂനി മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധയായി പോവരുത്. ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല യഖ്സിമു അർസാഖന്നാസ്, മനുഷ്യരുടെ റിസ്ഖുകൾ അല്ലാഹു ഓഹരി വെക്കുന്നത് ഓരോ ദിവസത്തിന്റെയും മാ ബൈന തുലൂഇൽ ഫജ്രി ഇലാ തുലൂഇശ് ശംസ്, ഫജ്ർ ഉദിക്കുന്നത് മുതൽ സുബ്ഹിയുടെ ബാങ്ക് കൊടുക്കുന്നത് മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയത്തിനിടയിലാണ് ആ ദിവസത്തെ റിസ്ഖ് അല്ലാഹു കണക്കാക്കുന്നത്. അതല്ലാഹു നിങ്ങൾക്ക് കണക്കാക്കുന്ന നേരത്ത് ഫാത്തിമ നിങ്ങൾ ഉറങ്ങിക്കൂടല്ലോ, ഉണർന്നിരിക്കണമേ. സൂര്യോദയം വരെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണേ. ക്ഷീണമുണ്ടെങ്കിൽ സൂര്യോദയം കഴിഞ്ഞതിന്റെ ശേഷമാവാം വിശ്രമം. സുബ്ഹി കഴിഞ്ഞ് സൂര്യോദയം വരെ ഉറങ്ങല്ല മോളെ, അല്ലാഹു നമുക്ക് റിസ്ഖ് തരുന്ന നേരമാണ്. അതുകൊണ്ട് മോൾ എഴുന്നേൽക്കിനെന്ന് എന്നോട് എന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടെന്ന് ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹാ. രാവിലത്തെ സമയം അത്രയും പുണ്യമാണ്. അതിനിടക്ക് ഒരു ദിക്റും കൂടെ ചൊല്ലാൻ മറന്നുപോയാൽ, ഞാൻ തുടക്കത്തിലേ ചൊല്ലണമെന്ന് വിചാരിച്ചു, അന്നങ്ങ് മറന്നുപോയി.
ഒമാൻസാനിഹു ഇല്ല ശൈത്വാനു എന്നത് കുറ. അതുകൊണ്ട് നമ്മൾ ചൊല്ലിയ ഒരു ദിക്ർ നിങ്ങൾ അറിയുന്നവരും ചൊല്ലുന്നവരൊക്കെ ആയിരിക്കും, ചൊല്ലിയവരും ആയിരിക്കും. ചിലപ്പോ ചില ആളുകൾക്ക് അറിയില്ലായിരിക്കാം. രാത്രി മഗ്‌രിബായി കഴിഞ്ഞാൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ ആ ഒരു ദിക്ർ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ സുബ്ഹിന്റെ മുമ്പെങ്ങാനും മരിച്ചാൽ ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് ഉറപ്പാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെ ചൊല്ലിയാൽ മഗ്‌രിബിന്റെ മുമ്പ് വല്ല ആക്സിഡന്റിലോ അങ്ങനെയൊക്കെ മരിച്ചാൽ നമുക്കറിയില്ലല്ലോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ എത്തും ഒന്നും അറിയില്ല. മഗ്‌രിബിന്റെ മുമ്പ് മരിച്ചാൽ ഇത് ചൊല്ലിയ ആളിന് സ്വർഗമുണ്ടെന്നാണ്. മൂഖിനൻ ബിഹ, മനസ്സുറപ്പിച്ച് പറയണം, അല്ലാഹുവേ ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, നീ തന്ന നിഅമത്തുകൾ ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ, പക്ഷെ നീ എനിക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്ത ആളാണ്, ഞാൻ നിനക്ക് തിരിച്ച് തെറ്റേ ചെയ്തിട്ടുള്ളൂ റബ്ബേ, എന്റെ തെറ്റ് ഞാൻ അബൂഉ ലക ബിദംബി, എന്റെ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു റബ്ബേ, ഫഗ്ഫിർലി, എനിക്ക് പുറത്തുതാ, ഞാൻ നിന്റെ അടിമയാണ്, നീ എന്റെ റബ്ബാണ്, അല്ലാഹുവേ പരമാവധി ഞാൻ നിന്നെ അനുസരിക്കാൻ റെഡിയാണ് റബ്ബേ, എന്റെ കഴിവിന്റെ പരമാവധി റബ്ബേ വന്നുപോയത് പുറത്തുതാ എന്ന് പറയുന്ന പാപമോചനം ദിക്റുകളുടെ നേതാവ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇരുന്നിട്ട് തന്നെ ഞാൻ ചൊല്ലുന്നു, ഓർമ്മയുള്ളവർ ഒറ്റക്ക് ചൊല്ലിക്കോളൂ, അല്ലാത്തവർ കൂടെ ചൊല്ലുക. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. രാത്രിയായി സുബൈക്ക് മുമ്പ് മരിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? മൂലര് ഇന്നലെ വേദം പറഞ്ഞ ആളാ, സുബൈക്ക് മയ്യത്തയക്കുന്നതാക്കാൻ ചിലപ്പോ കേൾക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. മനുഷ്യന്മാര് എപ്പോഴാ പഠിച്ചവും കൊണ്ടുപോകാന്ന് അറിയില്ലല്ലോ. ചെല്ലി വെക്കുക, റെഡിയായിട്ട് നിൽക്കുക. അല്ലാഹു തആല നമുക്കൊക്കെ ആയുസ്സിൽ ആരോഗ്യവും ആഫിയത്തൊക്കെ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. യാ ബുനയ്യത, മോളെ ഫാത്തിമ, ഖൂമി ഫശ്ഹദി റിസ്ഖ റബ്ബികി, അല്ലാഹു റിസ്ഖ് തരാൻ പോരുന്നുണ്ട് മോളെ, അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം തരുന്നുണ്ട്. അതുകൊണ്ട് മോളെ നിങ്ങൾ അശ്രദ്ധയായവരിൽ പെട്ടുപോവല്ലിൻ. വലാ തകൂനി മിനൽ ഗാഫിലീൻ. കാരണം എന്തേ? ഒരു ദിവസത്തെ റിസ്ഖ് അല്ലാഹു ഓഹരി വെക്കുന്നത് ഫജ്ർ ഉദിച്ചത് മുതൽ സൂര്യോദയം ഉദിക്കുന്നതിന്റെ ഇടയിലാണ്. ആ സമയം നിങ്ങൾ ഉറങ്ങരുത് മോളെ എന്ന് എന്നോട് എന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ. അത്ഭുതമാണ്. നമ്മുടെ രാവിലെ അത്ഭുതമാണ്, വൈകുന്നേരം അത്ഭുതമാണ്, രാത്രിയും അത്ഭുതമല്ലേ? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മുഫസ്സിരീങ്ങൾ പറയുന്നു, അല്ലാഹു സത്യം ചെയ്ത് പറയുന്നതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. വല്ളുഹാ വല്ലൈലി ഇദാ സജാ, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. എന്താ സൂര്യപ്രകാശം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സംഭവമല്ലേ? നമ്മളിപ്പോ എത്ര ഫ്ലഡ് ലൈറ്റ് ഏറ്റുവെച്ചാലും പകല് പോലത്തെ വെളിച്ചം കിട്ടുമോ? മുക്കും മൂലയിലും ഏത് വൃക്ഷത്തിന്റെ മുരട് വരെ നമുക്ക് ടോർച്ചടിച്ച് നോക്കാതെ കാണാൻ പറ്റൂലേ രാവിലെ? അങ്ങനെയൊക്കെ വെളിച്ചം നമുക്ക് ഏതെങ്കിലും ലൈറ്റ് ഇട്ടാ കിട്ടുമോ? കിട്ടൂല. അത് മാത്രല്ല, ഭൂമിയിലേക്ക് വെളിച്ചമായി പ്രഭാതം പൊട്ടിവിടരുമ്പോൾ, ഭൂമി അതിന്റെ ഒരു കറക്കം പൂർത്തിയാക്കി വരുമ്പോൾ, ഭൂമിയിലേക്ക് സൂര്യന്റെ പ്രഭയായി വരുന്ന സൂര്യകിരണങ്ങൾ, റേസ് ഓഫ് ലൈറ്റ്സ്, പ്രകാശത്തിന്റെ കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് ലോകത്ത് വെച്ച് കാണപ്പെട്ട ഏറ്റവും വേഗതയേറിയ സാധനമാണ് വരുന്നത്. ഏറ്റവും വേഗതയുള്ള സാധനം. ഭൂമിയുടെ സ്പീഡ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? സൂര്യന് ചുറ്റും കറങ്ങുന്ന സ്പീഡ് മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ. സൂര്യപ്രകാശം ഒരു സെക്കൻഡിൽ, മണിക്കൂറല്ല കേട്ടോ, ഇനി സെക്കൻഡ്, ഒരു സെക്കൻഡിൽ യാത്ര ചെയ്യുന്നത് എത്രയാ? 3 ലക്ഷം കിലോമീറ്ററാണ്. നമുക്കറിയാവുന്ന സംഗതി അത്. 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡ് കൊണ്ട്.
അങ്ങനെ ലോകത്ത് ഒരു സാധനവും യാത്ര ചെയ്യൂല. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. സുബ്ഹാനല്ലാഹ്. സൂര്യനിൽ നിന്ന് പ്രകാശകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കാനെടുക്കുന്ന സമയം 8 മിനിറ്റും 14 സെക്കൻഡുമാണത്രേ. അപ്പൊ ദൂരം മനസ്സിലാവും. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള സാധനം, യാത്ര ചെയ്യുന്ന സാധനം, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നെത്താനെടുക്കുന്ന സമയം 8 മിനിറ്റിൽ, ഓരോ മിനിറ്റിലും 60 സെക്കൻഡ്, ഓരോ സെക്കൻഡും 3 ലക്ഷം കിലോമീറ്റർ. അങ്ങനെ 8 മിനിറ്റും 14 സെക്കൻഡും എടുക്കുമ്പോഴാണ് ഭൂമിയിലേക്ക് സൂര്യന്റെ പ്രഭയെത്തുന്നതെന്നറിയുമ്പോഴാണ് വല്ലുഹാ, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ദിവസമുണ്ടോ? ദിവസമില്ലെങ്കിൽ ആഴ്ചയുണ്ടോ? മാസങ്ങളുണ്ടോ? വർഷങ്ങൾ മറിഞ്ഞു വരുമോ? സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. സൂര്യപ്രകാശമില്ലെങ്കിൽ സസ്യലതാദികൾക്ക് മുളക്കാൻ കഴിയില്ല, ഫോട്ടോസിന്തസിസ് നടക്കില്ല. ചെടികൾക്ക് ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്യാസിന്റെ അടുപ്പ് ചൂടാക്കുന്ന പോലെ ചെടികളുടെ അടുക്കളയിലെ അടുപ്പെന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്.